1960 വരെ കേരളത്തിൽ ഓണാഘോഷം എന്നൊരു ആഘോഷമില്ലായിരുന്നു. 60-ൽ പട്ടംതാണുപിള്ള മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് ശേഷമാണ് ഓണാഘോഷം എന്ന നിലയിൽ പ്രഖ്യാപനമുണ്ടായത്. അതിനു മുമ്പ് കൊച്ചി, കോഴിക്കോട് രാജാക്കന്മാർ അവരുടെ വാഴ്ച കാലഘട്ടങ്ങളിൽ അത്തം ആഘോഷിച്ചിരുന്നു. ആ അത്തം ആഘോഷിച്ചതിന് അല്പസ്വല്പം മാറ്റം വരുത്തിയതാണ് ഇന്നത്തെ ഓണാഘോഷം എന്നുള്ളത്. അത് പിന്നെ കലാപരിപാടികളും മറ്റു തരത്തിലായി കേരളീയർ വിവിധ ജാതി മതസ്ഥർ വ്യത്യാസമില്ലാതെ ഓണം ആഘോഷിച്ചുവെങ്കിലും അതൊരു ശരിയായ ഒരു കല എന്ന നിലയിലും ആഘോഷം എന്ന നിലയിൽ എല്ലാവരും അംഗീകരിക്കുന്നതാണെങ്കിലും 1960 വരെ ഇങ്ങനൊരു ചടങ്ങില്ലായിരുന്നു. അത് രാജാക്കന്മാരുടെ കാലത്തായിരുന്നു. അതുകൊണ്ട് എല്ലാ ചരിത്രങ്ങളും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളുടെയും സംസ്ഥാനങ്ങളോ ചെറുതും വലുതുമായ രാജ്യങ്ങളൊക്കെ പരിശോധിച്ചാൽ ഇതിനെല്ലാം മതപരമായ ചടങ്ങുകളിൽ നിന്നും ആവിഷ്കരിക്കപ്പെട്ടതാണ് ആഘോഷങ്ങളെല്ലാം. അത് ക്രിസ്ത്യൻസിൻ്റേതായാലും യഹൂദന്മാരുടെ ആയാലും മുസ്ലിംസിൻ്റെ ആയാലും ഹൈന്ദവരുടെയോ ബുദ്ധരുടെയോ ഒക്കെ തന്നെ നാം പരിശോധിച്ചാൽ ആഘോഷങ്ങളെല്ലാം ആരംഭിക്കുന്നത് മതവുമായി ബന്ധപ്പെട്ട, അവരുടെ ഭക്തിയുമായി ബന്ധപ്പെട്ട. അതിനെ അങ്ങനെ നമ്മൾ പൂർണ്ണമായും അംഗീകരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും മതത്തിൻ്റെ പേരിൽ ആണോ നമ്മൾ അംഗീകരിക്കുന്നത്? അല്ലല്ലോ. വിവിധ ജാതി മതത്തിൽപ്പെട്ടവർ ഒരുപോലെ നാം കേരളീയർ മലയാളികളുടെ ഒരാഘോഷം എന്ന നിലയിലാണെങ്കിലും അതൊരു അംഗീകാരം കൊടുത്ത 1960 മുതലാണെന്ന് ഓർക്കണം. അതുകൊണ്ട് അതിപുരാതനമാണെന്നും ഓണം കേരളീയരുടെ മാത്രമാണെന്നും എന്നൊന്നും ആരും വിളംബരം നടത്തണ്ട. ചരിത്രം അറിയാത്തതിൻ്റെ കുഴപ്പമോ.